നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളെ റോസിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ പ്രൂണിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, എപ്പോൾ വളമൊക്കെ അത് കഴിഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്? അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ഒന്നും കൂടി പറയാം. ഇത് ബട്ടൺ റോസ്, നിറയെ പൂവുണ്ടല്ലോ. ഇത്രയും കൊമ്പുമത്തെ പൂവൊക്കെ കഴിഞ്ഞതുമാണ്. ഇവിടെ ഒരു കൊമ്പിൽ പൂവ് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പൂവ് വളരെ വേഗത്തിൽ ഉണ്ടാവാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ അതിൻ്റെ കൊമ്പുകൾ മുറിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കൊമ്പുകൾ എങ്ങനെയാണ് മുറിക്കുന്നത്? അടി വെച്ചിട്ട് നല്ല കുറച്ച് വണ്ണം കുറഞ്ഞ ഭാഗമല്ല, വണ്ണം കൂടിയ ഭാഗം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എല്ലാ കൊമ്പും കുറ്റിയാക്കി മുറിക്കുക. ഞാൻ അടുത്ത ഞായറാഴ്ച മുറിക്കാൻ പോകണം കേട്ടോ. അടുത്ത ഞായറാഴ്ച മുറിക്കാൻ പോണതിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഞായർ മുതൽ അടുത്ത ഞായറാഴ്ചേൻ്റെ ഇടയിൽ വേണ്ട, നാളെ തന്നെ, നാളെ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് DAP ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് DAP ഇട്ട് കൊടുക്കുക ഈ ചെടിക്ക്. അല്ലെങ്കിൽ യൂറിയ കിട്ടുകയാണെങ്കിൽ യൂറിയ. അപ്പോൾ DAP ഒരു 1/4 സ്പൂണ് ചെടിക്ക്, റോസാ ചെടിക്ക് അല്ലെങ്കിൽ 1/2 സ്പൂൺ അകലത്തിൽ അരികിലിട്ട് കൊടുക്കുക. കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഈ ഒരാഴ്ച കൊണ്ട് ചെടി വലിച്ചോളും. അപ്പോൾ നാളെയാണ് ഞാൻ DAP ഇടുന്നത്, തിങ്കളാഴ്ച DAP ഇട്ടു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഞായറാഴ്ച ഞാൻ ഇതിൻ്റെ തല മുറിക്കുക. ആ മുറിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കാറ്? ചെടി മൊത്തം ഈ ഫുഡ് വലിച്ചെടുത്തിട്ടുണ്ടാവും. DAP അല്ലെങ്കിൽ 18-18-18 അല്ലെങ്കിൽ 19-19 ഒന്ന് സ്പ്രേ കൊടുക്കുക, നന്നായി സ്പ്രേ കൊടുക്കുക. അല്ലെങ്കിൽ 30-10-10 ഏതെങ്കിലും ഒരു വളം മുറിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നന്നായിട്ട് കൊടുക്കുക ചെടിക്ക് കേട്ടോ. ജൈവവളമാണോ രാസവളമോ ഏതും കൊടുത്തോളൂ. അങ്ങനെ വളം കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യം മുറിച്ച് നോക്കൂ. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അപ്പോഴേക്കും നമ്മൾ ഈ വളം മുഴുവൻ വലിച്ചെടുത്തില്ലേ, നമ്മൾ മുറിച്ച് പിറ്റേ ദിവസം തൊട്ട് ഈ സംഭരിക്കപ്പെട്ട ആഹാരം എടുത്തിട്ട് ഇതിന് സൂര്യപ്രകാശത്ത് നിന്ന് ആഹാരം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇല വേണം. ഉടനെ ഈ ചെടി എന്ത് ചെയ്യുന്നു? വളരെ ക്യുക്കായിട്ട് പുതിയ നാമ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നാമ്പുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു 5 ദിവസം തളിര് വന്നിങ്ങനെ, കുറച്ച് തളിര് വന്നതായി ഇപ്പം ഈ സാധനം തളിര് വന്നിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക? ഒരു 1/2 സ്പൂണ് പൊട്ടാഷ് അല്ലെങ്കിൽ 13-27-27 എന്ന് പറഞ്ഞാൽ പൂവ് ഇടാനുള്ള വളം ഇതാണ്ട് കൊടുത്തു നോക്കൂ. പെട്ടെന്ന് പൂവ് വരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുറിക്കുന്നത് കുറച്ച് താത്തി മുറിക്കണം. മുറിക്കുന്നതിൻ്റെ മുന്നേ, പ്രൂണിങ്ങിൻ്റെ മുന്നേ നിർബന്ധമായിട്ട് നിങ്ങൾ വളം കൊടുക്കുക. ഒരിക്കലും അതിൽ പൊട്ടാഷ് കലർന്ന വളാവരുത്. നൈട്രജൻ, ഫോസ്ഫറസ് വളം കൊടുക്കുക. അത് കഴിഞ്ഞ് നാമ്പ് വന്നിട്ടൊരു 5 ദിവസം 6 ദിവസം 7 ദിവസമൊക്കെ ആകുമ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് പൊട്ടാഷിൻ്റെ വളം കൊടുത്തോളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിച്ച് തന്നെ നോക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നല്ല ഇനം റോസ്, ഇതാ ഇവിടെ ഇഷ്ടംപോലെ റോസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് പൂ കഴിഞ്ഞ് ഇനി പ്രൂണിങ് നടത്താൻ പോവുകയാണ്. ഇതൊരു വൈറ്റ് കാശ്മീരി റോസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കാശ്മീരി റോസ്. ഇതാ നല്ല കൊലകൊലയായിട്ട് പൂവുണ്ടാവണം വൈറ്റ് കാശ്മീരി റോസ്. 35 രൂപ തൊട്ടിട്ട് നമ്മളെ കയ്യിൽ ചെടികളുണ്ട് കേട്ടോ. റോസാ ചെടികൾ 35 രൂപയുടെ തൊട്ട്. നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ അയച്ചു തരും. നേരിട്ട് വന്ന് വാങ്ങുന്ന ആളുകൾക്ക് നേരിട്ട് വന്ന് വാങ്ങും ചെയ്യാം. ഓക്കെ, താങ്ക് യു.